ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് നിരഞ്ജനയും CI നടരാജനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഭാഗങ്ങളാണ്. നിരഞ്ജന പറയുകയാണ്, അമ്മയുടെ ജീവിതം തകർത്തവനെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ മകൾ ആഗ്രഹിക്കുന്നുണ്ട്. ജാനകി എന്നാണ് അവളുടെ പേര്. കേസ് റീഓപ്പൺ ചെയ്യുവാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനാണ് വക്കീല്. എൻ്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ ഭാര്യയാണ് ജാനകി അടത്തി. ഇനിയൊരു തമാശ കൂടെ ഉണ്ട്. എതിർഭാഗം വക്കീല് എൻ്റെ ഹസ്ബൻഡാണ് അജയ്. ആഹാ, അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടോ? നിരഞ്ജന ഈ കേസിൽ ജയിക്കണം. അയാൾ ശിക്ഷിക്കപ്പെടുകയും വേണം. മാധവ് വാര്യരെ സഹായിക്കണമെന്നും അദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് സാധിക്കാതെ പോയി. ഉടനെ നിരഞ്ജന ചോദിക്കുകയാണ്, കേസ് റീഓപ്പൺ ചെയ്യുമ്പോൾ സാറിന് കോടതിയിലൊന്ന് വരാൻ പറ്റുമോ? അതറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഒരു കേസിന് ഉറപ്പായിട്ടും ഞാൻ വരും. ഇത് കാലം എനിക്ക് വേണ്ടി കരുതി വെച്ച ഒരു കടം വീട്ടൽ പോലെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. ആ പിതാവിൻ്റെ പൊട്ടിക്കരയുന്ന ദയനീയ മുഖം അതെൻ്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു വരികയാണ്. എനിക്കും ഒരു മകളുണ്ട്. ഒരച്ഛനും ഇങ്ങനൊരു വിധി വരരുത്. ഇത് കേട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ നിരഞ്ജന, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, സ്റ്റേഷനിൽ ആ കേസിനെ പറ്റിയുള്ള രേഖകൾ വല്ലതും ഉണ്ടോ എന്നറിയില്ല. ഉണ്ട് സാർ, കേസ് കൈപ്പറ്റിയതിൻ്റെ രേഖകളുണ്ട്, അതിൻ്റെ റെസിപ്റ്റും കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേസിൻ്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമല്ല. അപ്പോൾ CI നടരാജൻ, അന്ന് ആ സ്റ്റേഷനിലെ SI സേനനായിരുന്നു. അതിൽ തിരിമറി വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തായാലും ഞാൻ വാങ്ങിയ കേസിനെ പറ്റി ആധികാരികമായി ഞാൻ പറയാം. എന്നാണ് കേസ് പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. ശരി, താങ്ക് യു സാർ. നിരഞ്ജനയ്ക്ക് ഒരു കപ്പ് ചായ തരാത്തതിൽ ഖേദമുണ്ട്. എൻ്റെ വൈഫ് മരിച്ചുപോയി. ഒരു മകളേ ഉള്ളൂ. അവള് ഡോക്ടറാണ്. സാറിൻ്റെ നല്ല മനസ്സ് കാരണം എൻ്റെ മനസ്സ് നിറഞ്ഞു. ആക്ച്വലി പ്രതീക്ഷയില്ലാതെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവരിത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വാതുക്കൽ ഒരു കാറിൻ്റെ ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് നടരാജൻ അവിടേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മോള് വന്നു. ഇനി എന്തായാലും ചായ കുടിച്ചിട്ട് പോയാൽ മതി. സാർ, അത് മറ്റൊരു ദിവസമാകാം. ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട്. ഇത് പറഞ്ഞ് നിരഞ്ജന ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മകൾ അവിടേക്ക് കയറി വരികയാണ്. CI നടരാജൻ്റെ മകൾ അപർണയുടെ കൂട്ടുകാരിയാണ് കസ്തൂരി. അവർക്ക് പക്ഷെ നിരഞ്ജനെ അറിയില്ല. അപ്പോൾ കസ്തൂരി കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ ചെയ്ത്? ഇത് നിരഞ്ജന ഉണ്ണിത്താൻ. ഹായ്, ഞാൻ ഡോക്ടർ കസ്തൂരി, സിറ്റി ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ്. അല്ല, എന്താ അച്ഛനെ കാണാൻ വന്നത്? അച്ഛൻ്റെ പേരിൽ വല്ല കേസും ഉണ്ടോ? അയ്യോ, സാറിനെ പറ്റി കേസൊന്നുമില്ല. സാർ സർവീസിലിരുന്ന കാലത്തെ ഒരു കേസിനെ പറ്റി ചോദിച്ചറിയാൻ വന്നതാണ്. തുടർന്ന് നിരഞ്ജന നടരാജനോട് പറയുകയാണ്, സർ, എങ്കിൽ ഞാൻ പിന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം, മോള് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓ ഷുവർ സാർ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും രാധാമണിയുടെ അച്ഛൻ്റെ ഫോട്ടോ തിരികെ വാങ്ങി ഫയലിൽ വെച്ച് നിരഞ്ജന മടങ്ങി പോവുകയാണ്. തുടർന്ന് കസ്തൂരി നടരാജനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനുണ്ടാക്കി വെച്ച വല്ല പൊല്ലാപ്പു ആണോ ഇത്? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. മോളെ, ഇതൊരു പാവം പെണ്ണിൻ്റെ കണ്ണുനീരാണ്. അവരുടെ മകള് പകരം ചോദിക്കാൻ പോകുന്ന കേസാ. നീതിക്ക് വേണ്ടി അച്ഛൻ സാക്ഷി പറയും. ഇത് പറഞ്ഞിട്ട് മകളുടെ മുൻപിൽ നിന്നും അയാൾ കയറി പോവുകയാണ്. തുടർന്ന് കാണുന്നത് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന നകുലനെയാണ്. അയാളുടെ അരികിലേക്ക് ഇന്ദ്രജ കടന്നു ചെല്ലുമ്പോൾ നകുലൻ ചോദിക്കുകയാണ്, ഏട്ടത്തി പോകുന്നില്ലേ? എന്തിനാ ഏട്ടത്തി ഇവിടെ നിന്ന് ഈ വിലപ്പെട്ട സമയം കളഞ്ഞു കുളിക്കുന്നത്? പ്രയോജനമില്ല എന്ന് നിന്നോടാര് പറഞ്ഞു? നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റുമോ? നിന്റെ മാത്രമല്ല, എൻ്റെയും മനസ്സമാധാനമാണ് അവൾ തല്ലിക്കെടുത്തിയത്. നീ എൻ്റെ കൂടെ വാ, നമുക്കൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ നകുലൻ, ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഞാൻ വരുന്നില്ല, ഏട്ടത്തി പോയി തൊഴുതിട്ടിങ്ങി വന്നാൽ മതി. ഇത് കേട്ടുകൊണ്ട് മൗനമായിട്ട് നകുലന്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന ഇന്ദ്രജയോട് വീണ്ടും അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, ഏട്ടത്തി പൊക്കോ. അതോടെ ഇന്ദ്രജ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് കാണുന്നത് ഉണ്ണിത്താൻ വക്കീലിനെയാണ്. അദ്ദേഹം ഓഫീസിലേക്ക് വരുമ്പോൾ എതിരെ നിരഞ്ജന എത്തുകയാണ്. നിരഞ്ജനയെ കണ്ടുകൊണ്ട് ഉണ്ണിത്താൻ ചോദിക്കുന്നുണ്ട്, അല്ല, നീ ആരെയോ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ? ഞാൻ പോയി കണ്ടുവച്ചാ. പ്രധാന സാക്ഷിയാണ് ആ CI നടരാജൻ. അല്ല, അനുകൂലമായ നിലപാട് പ്രതീക്ഷിക്കാമോ? ഞാൻ കുറച്ച് ടെൻഷനോടെയാണ് അങ്ങോട്ട് പോയത്. ആരെയും അടുപ്പിക്കാത്തൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. പിന്നെ കൂടെ നിൽക്കാമെന്ന് ഉറപ്പും തന്നിട്ടുണ്ട്. ഓ ഗുഡ്. പിന്നെ നീ ആ മാഷിനെ കണ്ടില്ലേ? കണ്ടു. അയാളെ ജാനകിയടത്തിയുടെ ബന്ധു എന്ന് തന്നെ നമുക്ക് കരുതാം. എനിക്കിപ്പോൾ നല്ല ഉണർവ് വന്നു തുടങ്ങിയച്ചാ. മോളെ, ആദ്യം വേണ്ടത് ശുഭപ്രതീക്ഷ തന്നെയാണ്. മോളിനി ഇപ്പോൾ ഓഫീസിലേക്കൊന്നും പോകണ്ട. വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അച്ഛൻ ചെല്ല്, എനിക്ക് കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്. അതൊക്കെ വീട്ടിലിരുന്ന് തയ്യാറാക്കാമല്ലോ.
തുടങ്ങി വന്നത് അളകാപുരിയിൽ നിന്നല്ലേ? ഞാൻ അങ്ങോട്ട് തന്നെ പോവാ. ശരി, നിന്റെ ഇഷ്ടം. ഓക്കെ എന്നാ. ആ ശരി അച്ഛാ. ഇത് പറഞ്ഞിട്ട് നിരഞ്ജന ഉടൻ തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ജാനകിയെ വിളിക്കുകയാണ്. ജാനകി ഓടി വന്ന് ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ്, നിരഞ്ജന മോളെ, ആ മനുഷ്യനെ പോയി കണ്ടിരുന്നോ? നീ വിളിക്കാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നടരാജൻ സാറിനെ ഞാൻ കണ്ടു എടത്തി. എല്ലാ ഉറപ്പും അദ്ദേഹം തന്നു. ഇത് കേൾക്കുമ്പോഴേക്കും ജാനകിക്ക് വലിയ ആശ്വാസവും സന്തോഷം തോന്നുകയാണ്. അപ്പോൾ വീണ്ടും നിരഞ്ജന പറയുകയാണ്, അദ്ദേഹം നല്ല നിലപാടുള്ള ആളാണ്. നമുക്ക് ഏറ്റവും ശക്തമായൊരു സാക്ഷിയെ തന്നെയാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള എല്ലാവരും സത്യസന്ധത പാലിക്കുന്നവരാണ്. ഇനി ഏടത്തിക്ക് ഒരു ടെൻഷനും വേണ്ട. ഇത് കേട്ടുകൊണ്ട് വലിയ ആശ്വാസത്തോടെ ജാനകി പറയുന്നുണ്ട്, മോളെ, നിന്റെ വാക്കുകളാണ് എൻ്റെ വിശ്വാസം. ജാനകി എടത്തി, ഈ കേസിൽ നമ്മൾ തന്നെ ജയിക്കും. എടത്തി ഫോൺ വെച്ചു. വിശദമായിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ഇത് പറഞ്ഞ് നിരഞ്ജന ഫോൺ കട്ട് ചെയ്യുകയാണ്. അടുത്തതായി കാണുന്നത് അബിയെയും അജയെയുമാണ്. അജയുടെ അരികിലേക്ക് ചെന്നിട്ട് അബി ചോദിക്കുന്നുണ്ട്, തമ്പിക്ക് വേണ്ടി നീയാണ് കോടതിയിൽ വാദിക്കുന്നതെന്ന് കേട്ടു. അപ്പോൾ അജയ്, ആ അതെ, ഞാൻ തന്നെയാണ് പടനിലത്ത് തമ്പിയുടെ അഡ്വക്കേറ്റ്. എന്താ, എനിക്കത് പാടില്ലെന്നുണ്ടോ? നിന്നോട് പാടില്ല എന്നൊക്കെ പറയാൻ ഞാനാരാണ്? എതിർഭാഗത്ത് നിരഞ്ജന ആയതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ മറ്റാരും അതൊരവസരമായി കണ്ടിട്ട് മുതലെടുപ്പിന് വരാതിരുന്നാൽ മതി. എടാ, ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ വരുന്നത്? ഇതൊരു ചർച്ചാ വിഷയമാകുന്ന കാര്യമാണ്. എന്നോടും ജാനകിയോടുമുള്ള വിരോധം കൊണ്ടാണ് നീ തമ്പിയുടെ കേസ് പിടിച്ചതെന്ന് എനിക്കറിയാം. അപ്പോൾ അജയ് പറയുകയാണ്, ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. തമ്പിയും അച്ഛനും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ ഓഫീസിൽ നിന്നും പിരിച്ചുവിട്ടവരുടെ കൂട്ടത്തിൽ ഈ പറയപ്പെടുന്ന സ്ത്രീയുടെ പേരുമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവരുടെ അച്ഛൻ ഒരു കേസ് കൊടുത്തു. തമ്പിക്കെതിരെ ഒരായുധം തേടി നടന്ന നിങ്ങളുടെ കയ്യിൽ രാധാമണി വാരസ്യർ വന്നുപെട്ടു. അതിനെ ഈ വിധം വളച്ചൊടിച്ചു. അതാണ് സത്യത്തിൽ ഇവിടെ നടന്നത്. 25 വർഷങ്ങൾക്ക് മുൻപ് കൊടുത്ത കേസ് അതെന്തുമാകാം. അതിൻ്റെ കണ്ടന്റ് സ്ത്രീ പീഡനമാകാനും സാധ്യതയുണ്ട്. അതാർക്കാണ് ഊഹിക്കാൻ കഴിയാത്തത്? വ്യക്തിഹത്യക്ക് ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും കേട്ടിട്ട് അബി പറയുകയാണ്, ശരി ആയിക്കോട്ടെ, ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ. തീരുമാനിക്കാൻ എന്തിരിക്കുന്നു, എടുത്തോണ്ട് പോകാൻ പറയും. നിരപരാധികളെ ക്രൂശിക്കാൻ നടക്കുന്നു. പെട്ടെന്ന് അബി ചോദിക്കുകയാണ്, ഓ അങ്ങനെയാണെങ്കിൽ ആ ഹണി റോസിനെ വെച്ചിട്ട് നീ എന്തിനാണ് ശരണിന്റെ ജീവിതം കലക്കിയത്? അവൻ നിരപരാധി അല്ലാത്തത് കൊണ്ടാണോ? അത് ഈ ക്രൂശിക്കലിന്റെ പരിധിയിൽ വരില്ലേ? ഇത്രയും കേട്ടപ്പോഴേക്കും അജയ് ഒന്ന് അമ്പരക്കുന്നുണ്ട്. വീണ്ടും അബി പറയുകയാണ്, അവന്റെ പേരും പറഞ്ഞ് ഹണി റോസിന്റെ മുൻപിൽ ചെന്നവനാണ് ഞാൻ. അന്ന് തിരശ്ശീലയ്ക്ക് പിൻപിൽ നീയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഉടനെ അജയ് വിക്കി പറയുകയാണ്, അത് പിന്നെ ഹണി റോസുമായി ശരണിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഫണ്ട് വാങ്ങിക്കൊടുത്തത് ഞാനാണ്. എന്നെ അവളെയും ചേർത്ത് ആരും കഥയൊന്നും മെനയണ്ട. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അല്ലാതെ ഹണി റോസുമായിട്ട് എനിക്ക് മറ്റു ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ അബി, നീ പണം കണ്ടെത്താൻ വേണ്ടി പരക്കം പാഞ്ഞതും അവളെയും ചേർത്തുകൊണ്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് ഒരു എക്സ്പോർട്ട് കമ്പനി തുടങ്ങാൻ വേണ്ടിയല്ലേ? അതിനെന്താ ഇപ്പൊ തെറ്റ്? ആ ബിസിനസ്സുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഇതൊന്നും നിന്റെ ഭാര്യയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തായാലും ഹണി റോസുമായിട്ടുള്ള നിന്റെ ബന്ധം അതെന്തുമായിക്കോട്ടെ. പക്ഷേ നിരഞ്ജന ബുദ്ധിയില്ലാത്തൊരു പെൺകുട്ടിയാണെന്ന് നീ കരുതരുത്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതൊരിക്കലും ജീവിതം പണയപ്പെടുത്തിക്കൊണ്ടാവരുത്. പെട്ടെന്ന് അജയ്, ഇത് വെച്ച് നിങ്ങളെൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവർ ജീവിച്ചു പോകുന്നത് പണ്ടേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. നിരഞ്ജന ഇപ്പോൾ നിങ്ങളുടെ ചരടുവലിക്കൊപ്പം ചലിക്കുന്ന പാവയാണ്. അവളെ എനിക്ക് നേരെ തിരിച്ചുവിടരുത്. അവളെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് പറയുന്നതാ. അത് കേട്ടിട്ട് അബി, എടാ, ജീവിതത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് നടക്കുന്നവർക്ക് ആർക്കും ഒന്നിനെയും ഓർത്ത് ഭയപ്പെടേണ്ടി വരില്ല. നിന്റെ പ്രവർത്തികളിൽ അതുണ്ടെങ്കിൽ ആർക്കും നിന്റെ ജീവിതം തകർത്ത് കളയാനും കഴിയില്ല. അതില്ലാത്തവരാണ് എന്തിനേയും ഭയപ്പെടുന്നത്. നീയും ഹണി റോസും തമ്മിലുള്ളത് അവിശുദ്ധ ബന്ധമാണെന്ന് നിനക്ക് തന്നെ അറിയാം. അവള് നിന്റെ പിന്നാലെ നിഴലായിട്ട് തന്നെയുണ്ട്. പിന്നെ നിനക്ക് എന്തെങ്കിലും കാര്യത്തിന് ആവശ്യം വന്നാൽ എന്നോട് പറയാതിരിക്കരുത്. വല്യേട്ടൻ ചമയൊന്നുമല്ല, നീ എൻ്റെ അനിയനായതുകൊണ്ട് പറഞ്ഞതാണ്. ഇത്രയും പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. തുടർന്ന് കാണുന്നത് പൊന്നു അളകാപുരിയിലെ ഹാളിൽ ഇരുന്നു കൊണ്ട് എന്തോ പടം വരച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് അപർണ എവിടേക്ക് വരുന്നുണ്ട്. അപർണയെ കണ്ടുകൊണ്ട് മുഖത്തേക്ക് നോക്കി പൊന്നു ഒന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അപർണ, നിനക്കെന്താ എന്നെ കാണുമ്പോൾ ഒരു ചിരി? അതിന് പൊന്നു, ഒന്നുമില്ല. ഉടനെ അപർണ, മുൻപൊക്കെ നിനക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നത് തന്നെ പേടിയായിരുന്നല്ലോ. നിരഞ്ജന എടുക്കുകയായിരുന്നില്ലേ നിന്റെ കൂട്ട്? അപ്പോൾ പൊന്നു, എനിക്കിപ്പോൾ അപർണ ചെറിയമ്മയെ ഇഷ്ടമാണ്, അതുകൊണ്ട് ചിരിച്ചതാ. പെട്ടെന്ന് നിനക്കെന്നെ അങ്ങ് ഇഷ്ടമായോ? അതിനെന്താ ഇത്ര കാരണം? ഉടനെ പൊന്നു വീണ്ടും അങ്ങ് ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് അപർണ, നിനക്കിപ്പോൾ എന്നെ പേടിയില്ലേ? ചെറിയമ്മേനെ ഞാനെന്തിനാ പേടിക്കുന്നത്? പൊന്നുവിൻ്റെ ചെറിയമ്മയല്ലേ. എടി,
എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണോ നിന്റെ അമ്മ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? എൻ്റെ അമ്മ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നിന്റെ അമ്മ എവിടുന്നോ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അമ്മയാണെന്ന് പറഞ്ഞ് കൂടെ താമസിപ്പിക്കുന്നുണ്ടല്ലോ. ശരിക്കും ആ സ്ത്രീയുടെ പേരെന്താ? അയ്യോ, അവിടെ പൊന്നുവിൻ്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ആരുടെ കാര്യമാ ചെറിയമ്മ ഈ ചോദിക്കുന്നത്? ദേ പൊന്നു, ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കള്ളം പറയരുത്. ആ സ്ത്രീയെ അമ്മയാകാൻ പഠിപ്പിക്കലല്ലേ നിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ ജോലി. ചെറിയമ്മയ്ക്ക് എന്താ? പൊന്നു ആരെയും അവിടെ കണ്ടില്ല. ഇത് പറഞ്ഞിട്ട് വീണ്ടും അപർണയുടെ മുഖത്തേക്ക് നോക്കി പൊന്നു അങ്ങനെ ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് വല്ലാത്ത ദേഷ്യത്തോടെ അപർണ ചോദിക്കുകയാണ്, എന്താടി മുഖത്തേക്ക് നോക്കുന്നേ? അപ്പോൾ പൊന്നു, ചെറിയമ്മ പൊന്നുവിൻ്റെ ശരിക്കുള്ള ചെറിയമ്മയാണ് അല്ലേ? അപ്പോൾ അപർണ, അതെ. ഞാൻ എങ്ങനെയാടി നിന്റെ ശരിക്കുള്ള ചെറിയമ്മയാവുന്നേ? നിന്റെ ശരിക്കുമുള്ള ചെറിയമ്മയാവാനേ നിന്റെ അമ്മ എൻ്റെ ഏട്ടത്തിയാവണം. നിന്റെ അമ്മ അനാഥയാണ്. അവൾ അച്ഛനും അമ്മയും ഇല്ലാത്തവളാണ്. ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് മുകളിൽ നിന്നും അമല് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപർണയുടെ ഈ പറച്ചിലൊക്കെ കേട്ടിട്ട് പിന്നെയും പൊന്നുവിന് ചിരി വരികയാണ്. പൊന്നു പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ദേഷ്യത്തോടെ അപർണ ചോദിക്കുകയാണ്, ദേ നീ പിന്നെയും ചിരിക്കുന്നോ? ഇനി എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചാലേ നിന്റെ ചെവി പിടിച്ച് തിരിക്കും ഞാൻ. അത് കേട്ട് വീണ്ടും ചിരിച്ചുകൊണ്ട് പൊന്നു പറയുകയാണ്, ചെറിയമ്മ ദേഷ്യപ്പെട്ടാലൊന്നും പൊന്നുവിന് സങ്കടം വരില്ല. അപ്പോൾ അപർണ, എടി നീ എന്നെ പേടിക്കണം, പേടിച്ചേ പറ്റൂ. അത് കേട്ടിട്ട് വീണ്ടും പൊന്നു പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ചെറിയമ്മ പേടിപ്പിച്ചോ, പക്ഷേ പൊന്നു പേടിക്കില്ല. ദേ എനിക്ക് നിന്റെ അച്ഛനെയൊന്നും പേടിയില്ല. എൻ്റെ മുമ്പിൽ കണ്ടുപോയാൽ നല്ല വീക്ക് വെച്ച് തരും ഞാൻ. അതിന് പൊന്നു, ചെറിയമ്മ അടിച്ചാൽ ഞാൻ അച്ഛനോട് പറയില്ല, ആരോടും പറയില്ല. എന്താടി നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാ? ആ എന്നാലേ നിന്റെ ഇഷ്ടം എനിക്ക് വേണ്ട. ദേ എണ്ണീറ്റ് പോയേ. ഇത് കണ്ടുകൊണ്ട് വീണ്ടും പൊന്നു പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അപർണ, പൊന്നു നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോന്നോ അതോ നിന്റെ ബുക്ക് ഞാൻ വലിച്ചു കീറണോ? എഴുന്നേറ്റ് പോടി. ചെറിയമ്മയ്ക്ക് ഒന്ന് പൊന്നുവിനോട് ചിരിച്ചുകൂടെ? എടി എഴുന്നേറ്റ് പോകാനാ നിന്നോട് പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് പൊന്നു അവിടുന്ന് പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു കയറി പോവുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് അപർണയ്ക്കാണെങ്കിൽ കലി മടക്കാനും കഴിയുന്നില്ല. പൊന്നു മുകളിലേക്ക് കയറി പോകുന്നത് ഇരിപ്പിടത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അപർണ മനസ്സിൽ പറയുകയാണ്, ഇവൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ പിൻപിൽ എന്തോ കാരണമുണ്ട്. എന്തായിരിക്കും അത്? തുടർന്ന് പൊന്നു മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അമൽ പൊന്നുവിനെ വെയിറ്റ് ചെയ്ത് മുകളിൽ നിൽക്കുകയാണ്. പൊന്നുവിനെ കണ്ടത് കയറി പിടിച്ച് പെട്ടെന്ന് കസേരയിൽ ഇരുത്തിയിട്ട് പറയുകയാണ്, ഇനി വന്നേ, ചെറിയച്ഛൻ്റെ കാര്യം ചോദിക്കട്ടെ. പിന്നെ അപർണ നിന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഉടനെ പൊന്നു പറയുകയാണ്, അമ്മമ്മയുടെ കാര്യം പൊന്നു പറയില്ല. പൊന്നു, ഞാൻ അതല്ല ചോദിക്കാൻ വന്നത്. നിനക്കിപ്പോൾ അപർണയോട് വലിയ ഇഷ്ടമാണല്ലോ. അതെന്താ കാരണം? അപർണ ചെറിയമ്മ പൊന്നുവിൻ്റെ ചെറിയമ്മ ആയതുകൊണ്ട്. ഇത്രയും കാലം അപർണ നിന്റെ ചെറിയമ്മ തന്നെ ആയിരുന്നില്ലേ? പക്ഷെ അപ്പോഴൊക്കെ അപർണ വരുമ്പോൾ നീ ഓടിക്കളയുമായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ഇഷ്ടത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇത് കേട്ടുകൊണ്ട് വീണ്ടും പൊന്നു ഒന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അമൽ, അല്ല എൻ്റെ മുൻപിൽ ഇങ്ങനെ ചിരിച്ചൊന്നും കാണിക്കണ്ട. അപ്പോൾ പൊന്നു, അപർണ ചെറിയമ്മ എൻ്റെ ചെറിയമ്മയല്ലേ, അതുകൊണ്ട് തന്നെയാ. അല്ല ഇപ്പോഴാണോ പൊന്നൂസിന് ആ വിചാരം ഉണ്ടായേ? നീയേ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കണ്ട. ഞാൻ മണ്ടനല്ല. അപർണ നിന്നെ വഴക്കു പറഞ്ഞിട്ടും നീ സങ്കടപ്പെടാത്തതിന് കാരണമുണ്ടല്ലോ. നിന്നെ എനിക്ക് അറിയില്ലേ പൊന്നു. അതോ, അത് അമ്മ പറഞ്ഞിട്ടാ. ആര് വഴക്കു പറഞ്ഞാലും കരയരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പൊന്നു, നിനക്ക് അപർണയെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നിന്നോട് അപർണ സ്നേഹത്തോടെ ഒരു വാക്കു പറഞ്ഞിട്ടുമില്ല. നിന്നെ സങ്കടപ്പെടുത്താൻ മാത്രമേ അവൾ ശ്രമിച്ചിട്ടുമുള്ളൂ. പെട്ടെന്ന് അവൾക്കൊരു ചെറിയമ്മ പ്രേമം വന്നിരിക്കുന്നു. അല്ല അവൾക്കും അത് മനസ്സിലായി. ഉടനെ പൊന്നു, ഞാൻ പോവാ ചെറിയച്ച എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് വീണ്ടും പിടിച്ചു നിർത്തിയിട്ട് അമല് പറയുകയാണ്, അതെ നീ കാരണം പറഞ്ഞിട്ട് പോയാൽ മതി. അപർണ ചെറിയമ്മ പൊന്നുവിൻ്റെ ചെറിയമ്മയല്ലേ എന്ന് ചോദിച്ചത് എന്തിനാണെന്ന് എനിക്കറിയണം. മുൻപ് പറഞ്ഞ മറുപടി ഇനി എൻ്റെ അടുത്ത് വേണ്ട. ഇതൊക്കെ കേട്ടിട്ട് പൊന്നു മൗനമായിരിക്കുമ്പോൾ അമല് വീണ്ടും പറയുകയാണ്, പറ പൊന്നു. പെട്ടെന്ന് പൊന്നു വിതുമ്പി കരയാൻ തുടങ്ങി. അയ്യോ പൊന്നു എന്തിനാ കരയുന്നേ? ഞാൻ അങ്ങനെ ചോദിച്ചതിന് പൊന്നു കരയണമെങ്കിൽ അതിൻ്റെ പിൻപിൽ എന്തോ കാരണമുണ്ട്. ചെറിയച്ഛൻ അതാരോടും പറയില്ല. പിന്നെയും പൊന്നു കരയുകയാണ്. അപ്പോൾ അമൽ ചോദിക്കുകയാണ്, പൊന്നുവിൻ്റെ ചെറിയമ്മയാണോ അപർണ? അതെ. അത് ഈ ചെറിയമ്മയെന്ന് പറഞ്ഞാൽ ചെറിയ പോലെയാണോ? അപ്പോൾ പൊന്നുവിൻ്റെ ശരിക്കുമുള്ള ചെറിയമ്മയാണ് അപർണ ചെറിയമ്മ. ഇത് കേട്ടിട്ട് അമൽ ഞെട്ടലോടുകൂടി പൊന്നുവിൻ്റെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഈ ശരിക്കും ചെറിയമ്മ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയാവില്ലേ? പൊന്നുവിനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അമ്മയാണോ? അല്ല. പിന്നാരാ? അച്ഛനാണോ? ഇല്ല. പൊന്നുവിന് സ്വയം തോന്നിയതാണോ? അങ്ങനെ തോന്നാനൊരു കാരണം വേണമല്ലോ. ഇത് കേട്ടുകൊണ്ട് വിതുമ്പി കരഞ്ഞുകൊണ്ട് പൊന്നു വീണ്ടും പറയുകയാണ്, ഇല്ല. പൊന്നു എന്നോട് പറ, ചെറിയച്ഛൻ ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യാം. അപ്പോൾ പൊന്നു പറയുകയാണ്, അത് അച്ഛൻ അമൽ ചെറിയച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു.
ഇത് കേട്ടുകൊണ്ട് അമലൊന്ന് ഞെട്ടുകയാണ്. ഉടനെ പൊന്നു പറയുകയാണ്, പൊന്നു അത് ചെറിയമ്മയോട് പറയില്ല, ആരോടും പറയില്ല. ഇനി അപർണ ചെറിയമ്മ വഴക്കു പറഞ്ഞാൽ പൊന്നുവിന് സങ്കടം വരില്ല. ചെറിയമ്മയ്ക്ക് അറിയില്ലല്ലോ ചെറിയമ്മ പൊന്നുവിൻ്റെ സ്വന്തം ചെറിയമ്മയാണെന്ന്. അപ്പോൾ അമല് പറയുകയാണ്, നിന്നെപ്പോലെ ചെറിയച്ഛനും സങ്കടമുണ്ട്, പക്ഷേ എന്നെങ്കിലും നിന്നെ ചെറിയമ്മ മനസ്സിലാക്കും. ഇന്നീ കാണിക്കുന്ന ദേഷ്യമൊക്കെ അന്ന് സ്നേഹമാവും. അതുകൊണ്ട് പൊന്നു അവളെ ചെറിയമ്മയായി തന്നെ സ്നേഹിച്ചു. വാ എന്ന് പറഞ്ഞ് പൊന്നുവിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് അമൽ അവിടുന്ന് പോവുകയാണ്. തുടർന്ന് വീണ്ടും കാണുന്നത് നകുലനെയാണ്. നകുലൻ അങ്ങനെ ഭ്രാന്തെടുത്ത് അലറുകയാണ്. അയാളുടെ അരികിലേക്ക് ഇന്ദ്രജ നടന്നു ചെന്നിട്ട് പറയുകയാ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അഭിറാമിൽ നിന്നും ജാനകിയെ അടർത്തിക്കൊണ്ടു പോകണം. അത് സാധ്യമാകണമെങ്കിൽ നീ സ്വയം കൺട്രോൾ ചെയ്യണം. അപ്പോൾ നകുലൻ, ഞാൻ എന്താണ് വേണ്ടതെന്ന് ഏട്ടത്തി പറ, ഞാൻ അതുപോലെ ചെയ്യും. എടാ, ജാനകി എന്ന് പറയുമ്പോൾ തന്നെ നിന്റെ മുഖത്ത് വരുന്ന ഈ എക്സ്പ്രഷൻ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവൾ മുഖാമുഖം വന്നാൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ നീ ശീലിക്കണം. നിനക്കതിന് കഴിഞ്ഞേ തീരൂ. എൻ്റെ വഴികൾ ആ ലക്ഷ്യം വെച്ചാണ്. ഇത് കേട്ടുകൊണ്ട് നകുലൻ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ്. രാധാമണി വാരസ്യർ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കയ്യിൽ വെച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. അത് കണ്ടിട്ട് ജാനകി ചോദിക്കുകയാണ്, അച്ഛൻ്റെ ജോലി എന്തായിരുന്നുവെന്ന് അമ്മ ഓർക്കുന്നുണ്ടോ? ക്ഷേത്രത്തിൽ ദേവന് പൂമാല കിട്ടുന്നയാളായിരുന്നു അമ്മയുടെ അച്ഛൻ. ഇത് കേട്ടുകൊണ്ട് സങ്കടപ്പെട്ട് രാധാമണി അങ്ങനെ വിജനതയിലേക്ക് നോക്കിയിരിക്കുകയാണ്. പിന്നീട് കാണുന്നത് നകുലനും അഭിറാമും തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന കാഴ്ചയാണ്. നകുലൻ ചോദിക്കുകയാണ്, അഭിറാം മാരീഡാണോ? ആ അതെ, ഒരു മകളുമുണ്ട്. നൈസ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അതിന് ശ്രമിക്കാഞ്ഞിട്ടുമല്ല. ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് വല്ലാണ്ടങ്ങ് മോഹിച്ചു പോയി. മോഹിച്ചെന്ന് പറഞ്ഞാൽ പോരാ, അന്ധമായൊരിഷ്ടം. നകുലൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. നാളത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.